ഹലോ എവരിബഡി, യുണൈറ്റഡ് ടേസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മീൻ കറിയും കപ്പയും ചേനയും കൂടിയുള്ളൊരു പുഴുക്കുമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ട്രഡീഷണൽ ടേസ്റ്റ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വേണ്ട ഐറ്റംസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് തന്നെ ഞാൻ ഇത് അയില വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു 2 അയിലയാണുള്ളത്. അതൊരു വലിയ അയിലയായിരുന്നു, 4 പീസാക്കാൻ പറ്റി വരണം. അങ്ങനത്തെ അയില ഞാൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ സബോള, പിന്നെ കുറച്ച് ഉള്ളി, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 3 വെളുത്തുള്ളി, പിന്നെ 2 തക്കാളി. ഇതെല്ലാം കട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പൊടികൾ നമുക്ക് വെള്ളത്തിൽ കുഴച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ഇങ്ങനത്തെ ഒരു സ്പൂണിൽ ഒരൽപ്പം, പിന്നെ മല്ലിപ്പൊടി അധികം ഞാൻ ഉപയോഗിക്കത്തില്ല, കുറച്ചേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു സ്പൂൺ. ഇത് ടേബിൾ സ്പൂണാണോ ടീസ്പൂൺ പോലത്തെ ഒരു സ്പൂണാണേ, ടേബിൾ സ്പൂണല്ല. പിന്നെ എരിവുള്ള മുളക്, അതും 1 സ്പൂൺ. കാശ്മീരി ചില്ലിയാണ്, അത് അത്യാവശ്യം ഉപയോഗിക്കും. എനിക്ക് നല്ല തിക്കായിട്ടുള്ളൊരു കളർ ഉള്ളൊരു ഗ്രേവിയാണ് ഇഷ്ടം, അപ്പം അതുകൊണ്ട് ഒരു 3 ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല, ഈ ഒരു എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമുക്കിത് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ കട്ടൊക്കെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ അടുപ്പത്ത് പാൻ വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ആ ഉലുവ ഒന്ന് മൂത്ത് വരണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടൊന്ന് മൂപ്പിക്കാം. ജസ്റ്റ് ഒന്ന് മൂത്ത് അതിൻ്റെ ഒരു ഫ്ലേവർ ഇങ്ങനെ നമുക്ക് സ്മെൽ ചെയ്യാൻ തുടങ്ങും. അപ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും സബോളയും അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 തക്കാളി എടുത്ത് വെച്ചിരിക്കുന്നത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് വേറെ പുളിയൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം കുറച്ച്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി വെച്ചിട്ട് ഈ തക്കാളി വാടാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് കഴിക്കാം കേട്ടോ. തക്കാളി നല്ല രീതിയിൽ വെന്തുടയണം. അതേ സമയത്ത് തന്നെ ഞാൻ കപ്പയും ചേനയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ട് വേവിക്കാൻ പോവാണ് കേട്ടോ, പുഴുക്കിന് വേണ്ടിയിട്ട്. നമുക്കിനി തുറന്ന് നോക്കാം. നല്ല രീതിക്ക് അത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സഡ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പെട്ടെന്ന് പൊടിയൊന്നും കരിഞ്ഞു പോകില്ല കേട്ടോ. ഇത് നല്ല രീതിയിൽ നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. ആ വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളം ഇനി നല്ല രീതിയിൽ തിളച്ച് വരണം. തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴാണ് മൂടി വെക്കേണ്ടത്. ഇപ്പോഴേ മുട്ടണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങേണ്ടത്. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഒന്നും കൂടി തിളപ്പിക്കാം. നമ്മുടെ ചാറ് നോക്കും, നല്ല രീതിയിൽ കുറുക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിലേക്ക് ഇനി മീൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മീൻ ആഡ് ചെയ്തിട്ട് അത് കുക്ക് ചെയ്തെടുക്കാം. എനിക്കിങ്ങനെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇഷ്ടം.
കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിങ്ങനെ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മുക്കി കൊടുക്കാം കേട്ടോ. ഇനി കുക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അധികം ഇളക്കി കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ തൽക്കാലം ഇളക്കി ഇതിനൊന്ന് അതിലേക്ക് മുക്കിയിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. നമ്മുടെ മീൻ നല്ല രീതിയിൽ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. അതിന് നല്ല മീൻകറിയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പുഴുക്കിൻ്റെ പണി നോക്കാം കേട്ടോ. പുഴുക്കിന് ഉള്ള കപ്പയും ചേനയും ഞാൻ ഓൾറെഡി കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ള തേങ്ങയുടെ മിശ്രിതം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ചേന കപ്പ പുഴുക്കിന് വേണ്ടിയിട്ട് ഞാൻ കപ്പയും ചേനയും കുക്കറിൽ അടിച്ച് വേവിച്ച് വെച്ചതാണ്. ഇത് നമുക്കിനി ഉടച്ചെടുക്കണം. അതുപോലെ തന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 5 ഉള്ളി, 2 വെളുത്തുള്ളി, ഒരു ചെറിയ പച്ചമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മൾ പൾസ് ചെയ്യത്തില്ല മിക്സിയിൽ, അങ്ങനെ പൾസ് ചെയ്തെടുത്തിട്ട് വരാം. ഈ തേങ്ങ ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു രണ്ട് ഇങ്ങനെ പിടിക്കുന്ന 2 പഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് പൾസ് ചെയ്തെടുത്തിട്ട് വരാം. എന്നിട്ട് ഈ സംഭവം നമ്മൾ ഉടച്ചിട്ട് ഇതിലേക്ക് പച്ചക്ക് തന്നെ ചേർത്ത് ഇളക്കിയെടുക്കാണ്ട് ചെയ്യുന്നത്. ഞാനത് വേവിക്കത്തില്ല. എനിക്ക് ഇങ്ങനത്തെ ആ ഒരു പച്ചയ്ക്ക് ഈ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നതാണ് എനിക്കിഷ്ടം. ഇനി ചിലപ്പോൾ കുക്ക് ചെയ്യുന്നവരുണ്ടാവും, കുക്ക് ചെയ്തെടുക്കുന്നവർ ചൂടൊക്കെ കയറ്റിയെടുക്കുന്നവരുണ്ടാവാം. പക്ഷേ എനിക്കിത് ഇങ്ങനെ കഴിക്കുന്നതാണ് എൻ്റെ ഇഷ്ടം. അപ്പം നമുക്കിത് പൾസ് ചെയ്തെടുത്തിട്ട് വന്നിട്ട് കാണാം. ഇതാ ഞാനിത് ഉടച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു സംഭവം ക്രഷ് ചെയ്തും അല്ലെങ്കിൽ പൾസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ജീരകവും കൂടി ആഡ് ചെയ്തിട്ട്, നമ്മുടെ ചെറിയ ജീരകമില്ല, അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. അപ്പോൾ നമുക്കിതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് പോരെങ്കിൽ നമുക്കൊന്നും കൂടി ആവശ്യത്തിനുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കാം, കുഴച്ചങ്ങ് എടുക്കാം. ഓക്കെ, ഇതും ആ മീൻകറിയും കൂടി കഴിക്കാൻ മോനെ വൺ ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഇത്രയും നല്ലത് നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ്. റെസ്റ്റോറൻറ്റ്സ് ഓഫർ ചെയ്യും, ഇല്ലയെന്ന് പറയത്തില്ല, പക്ഷേ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ആ ഒരു ടേസ്റ്റ് അത് ഡിഫറെൻ്റാണ്. ഇതാ നോക്കൂ. അപ്പോൾ ഇത് കുഴച്ച് നല്ല രീതിയിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപ്പ് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തായിരുന്നേ. ഞാൻ പുഴുക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ മീൻ കറി കുറച്ചങ്ങ് എടുക്കാം. മീൻ കറി ഒഴിക്കാം. മക്കളെ അടിപൊളിയല്ലേ, നോക്കൂ. മീൻ കറിയുടെ ചാറും കൂടെ അങ്ങ് ഒഴിച്ചിട്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഇവിടെ മീൻ കറിയും കപ്പയും ചേനയും കൂടിയുള്ള പുഴുക്കും സെറ്റായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മീൻ ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് അതിങ്ങനെ വെച്ച് മീനും ആ മീൻ ചാറും കപ്പയും ചേനയും കൂടിയുള്ള പുഴുക്കും കൂടി മിക്സ് ചെയ്ത് അങ്ങ് നാക്കിൻ്റെ മർമ്മത്ത് വയ്ക്കുക. കിടിലൻ ടേസ്റ്റ്, അസാധ്യ ടേസ്റ്റ് മക്കളെ, അസാധ്യ ടേസ്റ്റ്. റെസ്റ്റോറൻറ്റ്സിലൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നുകിൽ പുളി കൂട്ടിയിട്ടുണ്ടാവും, ഒന്നുകിൽ എരിവ് കൂടിയിട്ടുണ്ടാവും, ചിലപ്പോൾ കപ്പയും ചേനയും നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ ഒരു അപാകതകളുണ്ടാവും. നമുക്കതെല്ലാം തിരുത്തി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു നല്ല അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ ഫ്രം ജിതി.